അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മഹാനായ ആലിക്കുട്ടി ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഇനി നമ്മൾ കാണുന്ന മുഷാവറ യോഗങ്ങളിലെ കസാരകളിൽ സയ്യിദുൽ ഉലമയുടെ തൊട്ടടുത്തിരിക്കാൻ പോകുന്ന ആ മഹൽ വ്യക്തിത്വം ആരായിരിക്കും എന്നുള്ളതാണ് ഓരോ സമസ്തക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ മഹാനായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വഫാത്ത് മുതൽ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആര് സെക്രട്ടറി ആവണം, ആര് ആവരുത്. കുറേ ഉസ്താദുമാരുടെ കുറേ മദ്ഹുകളും ദമ്മുകളുമൊക്കെ എഴുതി സോഷ്യൽ മീഡിയ പേജുകൾ നിറച്ചതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വർക്കർമാർ ഉദ്ദേശിച്ച ഒരു സെക്രട്ടറിയെ ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടുകയില്ല. കൃത്യമായി സയ്യിദുൽ ഉലമ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പലപ്പോഴും പറയാറുള്ളത് ഇത് ഇലാഹിയായ പ്രസ്ഥാനമാണ്. മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, ഇന്ന് സമസ്തയുടെ നേതൃപദവിയിൽ നിൽക്കുന്ന മഹത്തുക്കളായ ഉസ്താദുമാരിലൂടെ ശംസുൽ ഉലമ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനം, അതിൻ്റെ അനുയായികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരിലൂടെ നിയന്ത്രിക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ, അവരാണ് സമസ്തക്കാർ. ഏതൊരാളും ഈ മഹത്തായ പദവിയിലേക്ക്, മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഇരുന്ന ആ കസാരയിലേക്ക് ആര് കയറിയിരുന്നാലും അത് ഇലാഹിയായ തീരുമാനമാണ്. ആ ഇരുന്ന ആൾക്കതിന് അർഹതയുള്ളവരാണ്. അവർക്ക് ഈ ഉമ്മത്തിനെ നയിക്കാൻ കരുത്തും പവറുമുള്ളവരാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ ഒരു യഥാർത്ഥ സമസ്തക്കാരൻ ആവുകയുള്ളൂ. അല്ലാതെ സമസ്തയുടെ ഉസ്താദുമാരെ പേജാന്തരം എഴുതി നിന്ദിച്ച് മോശപ്പെടുത്തി ഒരു പ്രത്യേകമായ ആളെ ഈ കസാരയിൽ നിന്ന് മാറ്റാനോ, പ്രത്യേകമായ ഒരാളെ എഴുതി പുകഴ്ത്തിക്കൊണ്ട് ഈ കസാരയിൽ കൊടുത്തിരുത്താനോ ഒരു സോഷ്യൽ മീഡിയ വർക്കർമാരെ കൊണ്ടും സാധിക്കുകയില്ല. അത് അടുത്ത മുഷാവറ യോഗത്തിൽ തീരുമാനിക്കും. ആ തീരുമാനം അന്തിമമായിരിക്കും. നാഥൻ തൗഫീഖ് നൽകട്ടെ.